ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജേണൽ എന്താണ്, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, കോമൺലി വരുന്ന ജേണൽ എൻട്രീസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിന് നോക്കുവാണ്, അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റോൾസിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ 11th 12th CA ഫൗണ്ടേഷൻ CMA ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുള്ള എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും. അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോ കാണുന്ന വഴി നിങ്ങൾക്ക് അതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ജേണൽ എന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയച്ചാൽ മതി, അത് ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് സെൻഡ് ചെയ്ത് തരാം. ഇനി എൻറ്റയർ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു കമ്പനിയുടെ അക്കൗണ്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ വേണം സങ്കല്പിക്കാൻ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ അക്കൗണ്ടൻറ്റിന് കുറേ ജോലിയുണ്ട്. അതിൽ ഒരു ജോലിയാണ്, അത് മെയിൻ ജോലിയിലൊന്നാണ് ട്രാൻസാക്ഷൻസിനെയൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇവർ എവിടെ റെക്കോർഡ് ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്താൽ മതിയോ? പോരാ, അതിന് വ്യക്തമായിട്ടൊരു സ്ഥലത്ത് ഇവർ റെക്കോർഡ് ചെയ്യണം. ആ ഒരു പ്രൈമറി ബുക്ക് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. അതായത് ഓരോ ട്രാൻസാക്ഷനെയും ബിസിനസ് ആദ്യമായിട്ട് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ജേണലിലാണ്. ജേണലിൽ നിന്നിട്ടാണ് പിന്നീട് ആ ട്രാൻസാക്ഷൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ആവുന്നതും, ലെഡ്ജറിൽ നിന്ന് അതിനെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നതിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതും, ട്രയൽ ബാലൻസിൽ നിന്ന് ഫൈനലി നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നോട്ട്സ് ടു അക്കൗണ്ട്സ്, ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ജേണലിൽ നിന്നുള്ള ഡേറ്റയാണ്. ഓക്കെ, ജേണൽ എൻട്രീസ് ബിസിനസ്സിനെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും? പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ഹെൽപ്പ് ചെയ്യും, പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഇൻകംസും എക്സ്പെൻസസും ഒക്കെ ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള യൂസസ്. ഇനി ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ഒരു അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ. ഏതൊക്കെ അക്കൗണ്ട്സിനെയാണ് ആ ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഡബിൾ എൻട്രി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് അടുത്തത് അതെന്താണെന്നുള്ളത് നോക്കാം. അക്കൗണ്ടിങ്ങിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനെപ്പോഴും ഡുവൽ എഫക്റ്റ് ആണ് വരുന്നത്. കാരണം നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റും കാണും, ഒരു ക്രെഡിറ്റും കാണും. ഒരു ട്രാൻസാക്ഷൻ മിനിമം 2 അക്കൗണ്ടിനെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒരു അക്കൗണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ അക്കൗണ്ടിനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഒരു ഡെബിറ്റ് വന്നാൽ ഒരു ക്രെഡിറ്റും ഉണ്ടാവും. ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും എപ്പോഴും ഈക്വലും ആയിരിക്കും. ഡെബിറ്റ് എന്ന് പറയുന്നത് വാല്യൂ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് റിസീവ് ചെയ്യുന്ന അക്കൗണ്ടാണ്. അതായത് ഏത് അക്കൗണ്ടിലോട്ടാണ് വാല്യൂ വരുന്നത് ആ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് ആണെങ്കിൽ വാല്യൂ കൊടുക്കുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ സോഴ്സ് ആണ്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ വാല്യൂ പോകുന്നത് ആ അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജേണൽ ഫോർമാറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ജേണൽ എന്ന് പറയുന്നത് അതൊരു പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ ഒരു സോഴ്സ് ആണ്. അപ്പം ഇത് നോക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ടൊരു അക്കൗണ്ടിന് മനസ്സിലാവണം എന്താണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ബിസിനസ്സിൽ യൂസേഴ്സ് ആരെടുത്ത് നോക്കിയാലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഈ ഫോർമാറ്റ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡൗട്ട് വരും. പക്ഷെ അത് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരും. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു ഞാൻ ഇവിടെ 3 ട്രാൻസാക്ഷൻ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പർപ്പസിന് വേണ്ടി മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ഓൺ 1/4/2026 ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ടു ബിസിനസ് ₹1 lakh. ഏതൊരു ബിസിനസ് ആയാലും തുടങ്ങുമ്പോൾ എന്ത് ക്യാപിറ്റൽ വേണം, ഇനീഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പം അവർക്ക് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് എല്ലാ ബിസിനസ് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ തന്നെയാണ്. അപ്പം ഇവിടെ ഏപ്രിൽ 1-ാം തീയതി നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ വരുന്നത് യൂഷ്വലി ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 അങ്ങനെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഡേറ്റ് ഇട്ടേക്കുമ്പോൾ ജസ്റ്റ് 1/4/2026 ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയിരിക്കുകയാണ് 1-ാം തീയതി. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കാണിക്കും ജേണൽ ഫോർമാറ്റിൽ? ജേണൽ ഫോർമാറ്റ് എഴുതുമ്പോൾ നമുക്ക് 5 കോളം വേണം. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും, ഇത്രയും കാണിക്കുന്ന 5 കോളമാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഡേറ്റ് കോളം. ഡേറ്റ് കോളത്തിൽ ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ കൊടുത്തേക്കുന്ന ഡേറ്റ് എന്നാ 1/4/2026. അന്ന് ബിസിനസ് നടന്ന ട്രാൻസാക്ഷനാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് നമ്മളിവിടെ എഴുതി. അടുത്തത് പർട്ടിക്കുലേഴ്സ് കോളം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ഏതൊക്കെ അക്കൗണ്ടിനെയാണോ ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ട്രാൻസാക്ഷൻ എന്നുള്ളത് നോക്കിയെടുക്കാം. ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ വരുമ്പോൾ എന്താ ക്യാഷ് അക്കൗണ്ടിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെയും ആയിരിക്കും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആ അക്കൗണ്ട്സിനെ നമ്മൾ കാണിക്കുന്നത് ഈ പർട്ടിക്കുലേഴ്സിനകത്താണ്. ഇതിനെ എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഴുതുമ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലേഴ്സിനകത്ത് എഴുതുന്നത്. എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമ്മൾ നറേഷൻ എഴുതുക. നറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇല്ലേ, ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട് നറേഷനിലോട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഈ ജേർണൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണം എന്താണ് അവിടെ നടന്ന ട്രാൻസാക്ഷൻ എന്നുള്ളത്. അപ്പോൾ എന്ത് ട്രാൻസാക്ഷൻ ആണ് നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നറേഷൻ ഇവിടെ കാണിക്കുക. നറേഷൻ കാണിക്കുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബീയിങ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ബട്ട് അതാണ് ഫോർമാറ്റ്. ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ബിസിനസ്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തിട്ട് എഴുതിയിരിക്കുകയാണ്. ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് ലെഡ്ജർ ഫോളിയോ ആണ്, LF. ഈ ലെഡ്ജർ ഫോളിയോ എന്ന് പറയുമ്പം ഈ ട്രാൻസാക്ഷനെ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത് ഏത് പേജ് നമ്പറിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഫോളിയോ. ജസ്റ്റ് നമ്മൾ റെഫറൻസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഫോളിയോ ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്തത് ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഇവിടെ കണ്ടോ, ഡെബിറ്റ് എമൗണ്ടിൽ ഞാനിപ്പോൾ എത്രയാണ് ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന ക്യാപിറ്റൽ 1 lakh. അപ്പോൾ അതേ എമൗണ്ട് തന്നെയാണ് ക്രെഡിറ്റ് എമൗണ്ടിലും വന്നിരിക്കുന്നത്. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 1 lakh ഇവിടെ കാണിച്ചേക്കുന്നെങ്കിൽ അത് തന്നെ ക്രെഡിറ്റിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ജേർണലിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കും, എന്താ ക്യാഷ് അക്കൗണ്ടിൻ്റെ നേർക്ക് ഡെബിറ്റ്, ക്രെഡിറ്റിൻ്റെത് കാണിക്കുന്നില്ലേ എന്ന് തോന്നത്തില്ലേ? ആക്ച്വലി ഇവിടെ ക്രെഡിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അതായത് ടു ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞിട്ടൊരു ക്രെഡിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. സാധാരണ ഇത് വായിക്കുമ്പോൾ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ലാസ്റ്റ് CR നിങ്ങളങ്ങ് അസ്യൂം ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഈ റൂൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊക്കെ അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് നമ്മളുടെ അക്കൗണ്ടിങ്ങിലുള്ളത്. ഫസ്റ്റ് ആണ് പേഴ്സണൽ അക്കൗണ്ട്, രണ്ടാമത്താണ് റിയൽ അക്കൗണ്ട്, മൂന്നാമതാണ് നോമിനൽ അക്കൗണ്ട്. ഈ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പം അത് പേഴ്സൺസ് ആൻഡ് ഓർഗനൈസേഷൻസിനെ റിലേറ്റ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ പേഴ്സൺ, കമ്പനി, ബാങ്ക്, ഡെറ്റർ, ക്രെഡിറ്റർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ റൂൾ വരുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് റൂൾ വരുന്നത്. അടുത്തത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പം അസറ്റും പ്രോപ്പർട്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതാണ്. ഇനി നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ്, ഗെയിൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടാണ്. ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ്. ഇനി നമുക്ക് ഓരോരോ അക്കൗണ്ടിനെ എക്സാമ്പിൾ വെച്ച് നോക്കാം. പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാണ് ക്യാഷ് പെയ്ഡ് ടു റാം. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റാം എന്ന് പറഞ്ഞ ഒരാൾക്ക് ക്യാഷ് കൊടുത്തു. അപ്പം റാം എന്താണ്, ഒരു പേഴ്സൺ ആണ്. പേഴ്സൺ ആകുമ്പോൾ അത് ഏത് അക്കൗണ്ടിനെ റിലേറ്റ് ചെയ്തിരിക്കും? പേഴ്സണൽ അക്കൗണ്ടിൽ. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണ് നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ റൂൾ വരുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ റാമിന് എന്ത് ചെയ്യുകയാണ്? റാമാണ് നമ്മുടെ പേഴ്സൺ. റാമിനെ വെച്ചാണ് നമ്മൾ നോക്കുന്നത്. റാമിന് പൈസ കിട്ടി. റാം ഇവിടെ എന്താണ്? റിസീവർ ആണ്. അപ്പോൾ റിസീവർ ആകുമ്പോൾ റാമിനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. പിന്നെ എന്താണ് റാമിന് കൊടുത്തത്? ക്യാഷ്. അപ്പോൾ 2 അക്കൗണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഒന്ന് ക്യാഷ് അക്കൗണ്ട്, ഒന്ന് റാം അക്കൗണ്ട്. അപ്പോൾ റാം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്യുക? പിന്നെ ക്രെഡിറ്റ് ചെയ്യുക. ഒരു അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ അക്കൗണ്ട് എന്താണ്? ക്രെഡിറ്റ് ആയിരിക്കും. ബട്ട് അത് നിങ്ങൾ ഉപയോഗിക്കരുത്. ബട്ട് ജസ്റ്റ് ലോജിക്കലി അങ്ങനെ ഒന്ന് ചിന്തിക്കുക. റാം അക്കൗണ്ട് പൈസ റിസീവായി, അതുകൊണ്ട് റാം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് പുറത്തേക്ക് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ പേഴ്സണൽ അക്കൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എൻട്രി എഴുതുന്നത്. അപ്പോൾ റാം അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ എൻട്രി എഴുതുന്നത്. ഇനി അടുത്തത് റിയൽ അക്കൗണ്ട്. ഇതിന് എക്സാമ്പിൾ വരുന്നത് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അസറ്റ് ആണല്ലേ. അപ്പം ഫർണിച്ചർ അക്കൗണ്ടിനെ എടുക്കുമ്പോൾ നമ്മൾ അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട് ആയിട്ടുള്ള റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ യൂസ് ചെയ്യുക. ദറ്റ് ഈസ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ഫർണിച്ചർ അകത്തേക്കാണോ വന്ന് പുറത്തേക്കാണോ പോയത്? കംസ് ഇൻ അല്ലേ. ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്തു, വാങ്ങി, ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് ഫർണിച്ചർ വന്നു. അപ്പം ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആണല്ലോ റൂള്. അപ്പം നമ്മൾ ഫർണിച്ചർ അകത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. ഇനി അപ്പം അവിടെ എൻട്രി വരുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ 2 അക്കൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഒന്ന് ഫർണിച്ചർ അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് പുറത്തേക്ക് പോകുന്നതായതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പം ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി അടുത്തത് നോമിനൽ അക്കൗണ്ട് ആണ് കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാലറി പെയ്ഡ് ഫോർ ക്യാഷ്. സാലറി എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു എക്സ്പെൻസ് ആണല്ലേ. അപ്പം എക്സ്പെൻസ് ആണെങ്കിൽ അത് നോമിനൽ അക്കൗണ്ടിന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്.
അപ്പോൾ അതിൻ്റെ റൂൾ നമുക്ക് നോക്കാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇവിടെ നമ്മുടെ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സാലറി അക്കൗണ്ടിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സാലറി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നായിരിക്കും നമ്മൾ എൻട്രി എഴുതേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ഈ ഗോൾഡൻ റൂൾ വെച്ചിട്ട് നമ്മൾ ഓരോ അക്കൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ആ റൂള് അവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 3 അക്കൗണ്ടാണുള്ളത്: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. അതിൻ്റെ റൂൾസ് വരുന്നത് എങ്ങനെയാ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പം ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. കാരണം ഇത് റൂളാണ്. ഈ റൂൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ട്രാൻസാക്ഷൻ കിട്ടുമ്പോൾ അതിനകത്ത് ഇപ്പോൾ പേഴ്സൺ ആണോ, അല്ലെങ്കിൽ അസറ്റ് ആണോ, പ്രോപ്പർട്ടി ആണോ, അല്ലെങ്കിൽ എക്സ്പെൻസ് ആണോ, ലോസ് ആണോ, ഇൻകം ആണോ, ഗെയിൻ ആണോ എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കൺസേൺഡ് ഏത് അക്കൗണ്ട്, ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ അക്കൗണ്ടിൻ്റെ റൂൾ വെച്ചിട്ട് നിങ്ങൾ അതിനകത്തുള്ള ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് മോഡേൺ അപ്രോച്ച് ഓഫ് അക്കൗണ്ടിങ്. ഇവിടെ നമ്മൾ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാൻ അക്കൗണ്ടിങ്ങിൽ പല അപ്രോച്ചസ് ഉണ്ട്. അതിൽ നമ്മളിവിടെ പഠിക്കുന്നത് മോഡേൺ അപ്രോച്ചാണ്. മോഡേൺ അപ്രോച്ചിനകത്ത് നമുക്ക് 6 എലമെൻറ്റ്സ് ഉണ്ട് അക്കൗണ്ട്സിന്. അപ്പോൾ ഈ 6 എലമെൻറ്റ്സിനകത്ത് 6 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ, റവന്യൂ ഓർ ഇൻകം, പിന്നെ എക്സ്പെൻസസ്, പിന്നെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഡിവിഡൻഡ്. അപ്പോൾ ഈ 6 എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് എലമെൻ്റ് ആണ് അസറ്റ്സ്. ബിസിനസ് ഓൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതോ ആയിട്ടുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ അസറ്റ്സിൽ നിന്നും ഫ്യൂച്ചറിൽ ആ ബിസിനസ്സിന് ഇൻകം അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് അസറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്? ഇപ്പോൾ ആ ഫർണിച്ചറിൽ നിന്നും ഫ്യൂച്ചറിൽ ആ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. അപ്പം ബിസിനസ്സിന് ആ ഒരു പ്രോപ്പർട്ടി കൊണ്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ നോക്കിയിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മളതിനെ അസറ്റ്സ് ആയിട്ട് എടുക്കാം. ഇതുപോലെ തന്നെ മെഷീനറി, കമ്പ്യൂട്ടർ, ക്യാഷ്, ബിൽഡിംഗ്, ഇതൊക്കെ ബിസിനസ്സിന് അസറ്റാണ്. കാരണം ഇതിൽ നിന്നൊക്കെ അതിനെന്ത് ചെയ്യുക? ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത എലമെൻ്റ് ആണ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഗുഡ്സിന് ബിസിനസ് ക്രെഡിറ്റിൽ വാങ്ങി, ഇപ്പം കടത്തിൽ വാങ്ങി. അപ്പം കടമാണെങ്കിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ. അതായത് ഫ്യൂച്ചറിൽ പൈസ കൊടുക്കാൻ അവർക്ക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ വരും. അതുകൊണ്ട് ഇതിനെ നമ്മൾ ലയബിലിറ്റി എന്ന് പറയും. ലയബിലിറ്റിക്ക് എക്സാമ്പിൾ ആണ് ക്രെഡിറ്റേഴ്സ്, ലോൺസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതൊക്കെ. അപ്പോൾ നമ്മൾ ബിസിനസ് എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കാൻ ഒബ്ലിഗേഷൻ വരുന്ന ആ എമൗണ്ടിനെയൊക്കെ നമ്മൾ ലയബിലിറ്റി എന്ന് പറയും. അടുത്ത എലമെൻ്റ് ആണ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റലൊക്കെ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിസിനസ്സിലേക്ക് എത്ര പൈസയാണോ ഇടുന്നത്, അത് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പൈസ ഓണേഴ്സ് ഇടുന്ന പൈസയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്. ബട്ട് നമ്മൾ ജസ്റ്റ് അതിനെ ക്യാപിറ്റൽ എന്ന് മാത്രം പറഞ്ഞാലും ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഓണറിൻ്റെ ബിസിനസ്സിലുള്ള ടോട്ടൽ ഓണർഷിപ്പ് വാല്യൂ ആണ്. അപ്പം അതിനകത്ത് ക്യാപിറ്റലും വരും. അതുകൂടാതെ ബിസിനസ് എന്തെങ്കിലും പ്രോഫിറ്റ്സ് വല്ലതും ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും, അല്ലെന്നുണ്ടെങ്കിൽ റീറ്റേൺഡ് ഏർണിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ വരും. അങ്ങനെ ആ ഓണറിന് എന്തൊക്കെ ആ ബിസിനസ്സിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ആ ടോട്ടൽ ഓണർഷിപ്പ് വാല്യൂവിനാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. അടുത്ത എലമെൻ്റ് ആണ് റവന്യൂ അല്ലെങ്കിൽ ഇൻകം. റവന്യൂ, ഇൻകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം എന്തെങ്കിലും നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി അതുവഴി ബിസിനസ്സിൽ എന്തെങ്കിലും വരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം ഉണ്ടായി, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ ക്യാഷ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിട്ടൊക്കെ ബിസിനസ്സിന് കിട്ടാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? റവന്യൂ അല്ലെങ്കിൽ ഇൻകം ആയിട്ട് എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടി ബിസിനസ്സിൽ, അത് ബിസിനസ്സിന് എന്താണ്? ഒരു ഇൻകമാണ്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടിയത്, അതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ ഒരു ഇൻകമാണ്. അപ്പം അതൊക്കെ അത് ബിസിനസ്സിലേക്ക് വരുന്ന പൈസ, അതാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അടുത്ത എലമെൻ്റ് ആണ് എക്സ്പെൻസസ്. ബിസിനസ് റൺ ചെയ്യാൻ ബിസിനസ് ഇൻകർ ചെയ്യുന്ന ചെലവുകൾ, അതൊക്കെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സ്ഥാപനത്തിൻ്റെ റെൻറ്റ് കൊടുത്തു, അതെന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡൗട്ട് വരും, റെൻറ്റ് കൊടുക്കുമ്പം നമ്മൾ ആ സ്ഥാപനം ഉപയോഗിക്കുവാണ്, അതിൽ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നില്ലേ? അപ്പോൾ അതും അസറ്റ്സും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് അസറ്റ്സിൽ നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുന്നതുകൊണ്ടാണല്ലോ നമ്മളതിനെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെൻറ്റ് കൊടുത്ത് ഇപ്പം നമ്മൾ ആ ഒരു ബിൽഡിംഗ് യൂസ് ചെയ്യുന്നു, അപ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നു, പിന്നെ എന്തുകൊണ്ട് അത് നമ്മൾ ഒരു അസറ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നില്ല? അങ്ങനെയൊക്കെ ഡൗട്ട് വരും.
അസറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഫർണിച്ചർ വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, എൻ്റെ ബിസിനസ്സിലേക്ക് തന്നെ ഇടുന്നു, അതിൽ നിന്ന് എനിക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നു. പക്ഷേ റെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബിൽഡിംഗ് യൂസ് ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റെൻറ്റ് കൊടുക്കുന്നു. പിന്നെ ആ റെൻറ്റ് കൊടുത്തത് കൊണ്ട് എനിക്ക് പിന്നീട് അതിനകത്തുനിന്ന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നു, റെൻറ്റ് കൊടുക്കുന്നു, അത് യൂസ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അടുത്ത എലമെൻ്റ് ആണ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഡിവിഡൻസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഓണറിന് ബിസിനസ്സിനകത്ത് നിന്ന് ഇപ്പോൾ അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും പൈസ അയാൾ വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. അതായത് വിഡ്രോയിങ്സ് അങ്ങനെ നമ്മൾ പറയും. ഇപ്പോൾ ഇത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെയാണ് ഈ ഡ്രോയിങ്സ് കൂടുതലും വരുന്നത്. ഇനിയിപ്പം വലിയ കമ്പനീസൊക്കെ അവരുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുക, കമ്പനി വന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ കമ്പനി പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കമ്പനീസിനകത്തൊക്കെ വരുന്നത്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓണേഴ്സ് പൈസ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും പ്രോഫിറ്റ് ഷെയർ കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. നമ്മൾ 6 എലമെന്റ്സ് നോക്കി: അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ, പിന്നെ റവന്യൂ ഓർ ഇൻകം, എക്സ്പെൻസസ്, പിന്നെ ഡ്രോയിങ്സ് ഓർ ഡിവിഡൻഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോക്കാം. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പം നമ്മൾ പറഞ്ഞ എലമെന്റ്സ് ഇല്ലേ, ഇതൊക്കെ ഉണ്ടാകുമ്പം എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഓരോ എന്തൊക്കെയാണ് എലമെന്റ്സ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഈ ഓരോ എലമെന്റ്സിനും ഓരോ ബാലൻസ് ഉണ്ട്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു റൂളാണ്. അതിന് ഈ ബാലൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് എപ്പോഴും. അത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റൂള്. അപ്പം അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ് ഇതിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ ലയബിലിറ്റി, ഇക്വിറ്റി, റവന്യൂ, ഇൻകം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉള്ളത്. അപ്പം ഇത്രയും നിങ്ങൾ ഓർത്തു വയ്ക്കാം. ഇനി ഈ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു എലമെന്റിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് തന്നെ ചെയ്യുക. എന്നാൽ അതിനെ ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പം അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള അസറ്റിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ പിന്നെയും ഡെബിറ്റ് ചെയ്താൽ മതി. ഇനി അതിനെ ഡിക്രീസ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യാം. അതായത് അസറ്റ് നമ്മളിപ്പം ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്, ഇനി ഒരു അസറ്റും കൂടി സെയിം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെബിറ്റിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ അസറ്റ് പിന്നെയും കൂടും. അല്ലെങ്കിൽ നമുക്കത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും. ഇനി ലയബിലിറ്റി ആണെങ്കിൽ ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ലയബിലിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ക്രെഡിറ്റ് തന്നെ ചെയ്യാം, അപ്പോൾ അത് കൂടും. ഇനി അതിനെ കുറയ്ക്കണം എന്നാണെങ്കിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യാം. ഇതാണ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് റിമെമ്പർ ചെയ്യാൻ 2 ട്രിക്കുണ്ട്. ഒന്ന് ഡീലർ ട്രിക്കും ഒന്ന് ഡെഡ് ക്ലിക്ക് ട്രിക്കും. ഡീലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എലമെന്റ്സിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ട് ഡീലർ എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഓരോന്ന് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീലർ എന്ന് നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡെഡ് ക്ലിക്ക് എന്ന് പറയാൻ കാരണം ഡ്രോയിങ്സ്, എക്സ്പെൻസ്, അസറ്റ്സ് ഇത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതാണ് ഡെഡ് ക്ലിക്ക്. ഡ്രോയിങ്സ്, എക്സ്പെൻസ്, അസറ്റ്സ് ഇൻക്രീസ്, ഡെബിറ്റ്. ഇനി ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകംസ് ഇൻക്രീസ് അങ്ങനെയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ്, അതിന് ക്ലിക്ക്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഏതെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഓർത്ത് വയ്ക്കാം. അടുത്തത് സ്റ്റെപ്സ് ടു പാസ് ജേർണൽ എൻട്രി. എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രി എഴുതുക? നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഓരോ അക്കൗണ്ട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം നമ്മളതിനെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ ഈ പറഞ്ഞ റൂളില്ലേ, ഈ റൂൾ യൂസ് ചെയ്തിട്ട് അതിന് ഇൻക്രീസ് ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം ഏത് അക്കൗണ്ടിനെയാണ് ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അത് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ആ ജേർണലിനെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ നറേഷനൊക്കെ കൊടുത്ത് ജേർണൽ ഫോർമാറ്റിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജേർണൽ എൻട്രി എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റും. ഇനി കുറച്ച് സാമ്പിൾ ജേർണൽ എൻട്രീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി നമുക്കൊരു ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ എക്സാം പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഇതൊക്കെ തന്നെ മാക്സിമം വരാറുള്ളൂ. അതിനകത്ത് നമ്മൾ സിമ്പിൾ എൻട്രീസ് ഉണ്ട്, കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിലും അത്യാവശ്യം നിങ്ങളുടെ ഇൻ്റർവ്യൂവർ ചോദിക്കാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രീസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഈ സാമ്പിൾ ഞാൻ എഴുതിയേക്കുമ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഈ പർട്ടിക്കുലേഴ്സിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ എഴുതരുത്. നിങ്ങൾ ആദ്യം ഞാൻ തന്ന ആ ജേർണൽ ഫോർമാറ്റില്ലേ, ആ ഫോർമാറ്റിലെ എപ്പോഴും ജേർണൽ എഴുതാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യനും ആൻസറും കൂടെ രണ്ടും മാറി മാറി റെഫർ ചെയ്യാതെ ഒറ്റ സ്ഥലത്ത് നിന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യനും കൂടി ബോൾഡിൽ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ എടുത്ത് പർട്ടിക്കുലേഴ്സിനകത്ത് കൊടുക്കരുത്. നറേഷൻ മാത്രമേ നിങ്ങൾ പർട്ടിക്കുലേഴ്സിനകത്ത് എഴുതാൻ പാടുള്ളൂ. ഫസ്റ്റ് എൻട്രി: ഓണർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. അപ്പോൾ ഓണർ എന്ത് ചെയ്തു? ബിസിനസ് തുടങ്ങി ക്യാഷ് വെച്ചിട്ട്.
ഇപ്പോൾ ഓണർ ബിസിനസ് തുടങ്ങുമ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മൾ എന്താണെന്നാണ് പഠിച്ചത്? ക്യാപിറ്റൽ. നമുക്ക് 2 അക്കൗണ്ട് വേണം. ഇത് 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജേർണൽ എഴുതാൻ പറ്റുള്ളൂ. സോ ഒരു അക്കൗണ്ട് കിട്ടി, ക്യാപിറ്റൽ. ഇനി വിത്ത് ക്യാഷ്, അപ്പോൾ അടുത്തത് കിട്ടി ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ 1,00,000 രൂപയ്ക്കാണ് തുടങ്ങിയത്. അപ്പോൾ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഡേറ്റ് ഇവിടെ ഞാനൊരു റഫ് ഡേറ്റ് ഇട്ടേക്കുക. ഡേറ്റ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ടാവും എന്നാന്നുള്ളത്. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ ഇടുക. ലെഡ്ജർ ഫോളിയോ അത് ജസ്റ്റ് വരച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ലെഡ്ജർ കൂടെ പഠിച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഓണർ ബിസിനസ് തുടങ്ങി 1,00,000 രൂപയ്ക്ക്. അപ്പോൾ ഓണർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടും കിട്ടി, ക്യാപിറ്റൽ അക്കൗണ്ടും കിട്ടി. നമുക്ക് ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം, അത് മാത്രം അറിഞ്ഞാൽ മതി. ക്യാഷ് അക്കൗണ്ട് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ക്യാഷ് ഒരു അസറ്റ് ആണ്. അപ്പം ഇവിടെ ക്യാഷ് എന്ത് ചെയ്തു? ബിസിനസ്സിലേക്ക് വരികയല്ലേ ചെയ്തത്. അപ്പം ക്യാഷ് കൂടി, അസറ്റ് ഇൻക്രീസ് ആയി. അസറ്റ് ഇൻക്രീസ് ആകുമ്പം റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പം ക്യാഷ് അക്കൗണ്ട് ഇൻക്രീസ് ആയി, അപ്പം ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ചെയ്യണം നമുക്ക് അറിയാം. ബട്ട് നമ്മൾ അങ്ങനെ ബ്ലൈൻഡായിട്ട് എഴുതി വെക്കരുത്. നമ്മൾ എന്തുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്? ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് അല്ലേ? ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം അതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഇവിടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലും വന്നു. ക്യാപിറ്റൽ അത് നമ്മുടെ ബിസിനസ്സിന് എന്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ക്യാഷ് അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആയതുകൊണ്ട് ഒന്നുകൂടെ ഡെബിറ്റ് ചെയ്താൽ മതി. ഇനി ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ്സിൽ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് അതും നമുക്ക് കൂട്ടണം. ബിസിനസ്സിൽ ക്യാപിറ്റൽ കൂടി, അപ്പം ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൊരു ഒരു എലമെന്റിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതും. ഇനി അടുത്തത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക് 40,000. ഇവിടെ ക്യാഷ് ബിസിനസ്സിൽ, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് 40,000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് എന്തോ ചെയ്യുന്നു? എടുത്ത് ബാങ്കിലോട്ട് മാറ്റുകയാണ്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് കുറഞ്ഞു, പക്ഷെ ബാങ്ക് ബാലൻസ് കൂടുവാണ്. ക്യാഷ് എന്താണ്? അസറ്റാണ്. ബാങ്കും എന്താണ്? അസറ്റാണ്. ഇപ്പം 2 അസറ്റ്സ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് ഏതാണ് ഇൻക്രീസ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇൻക്രീസ് ആവുന്ന ഏതാ? എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ ആണല്ലോ കൂടുന്നത്. ബാങ്ക് അക്കൗണ്ട് ആണല്ലോ ഇപ്പോൾ കൂടാൻ പോകുന്നത്. അപ്പം ബാങ്ക് അസറ്റ് ഇൻക്രീസ് ആവുമ്പോൾ അസറ്റ് ഇൻക്രീസ് ആയി. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പം അസറ്റ് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അപ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യുക? ഒന്നും കൂടി ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പം ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ക്യാഷ് എൻ്റെ കയ്യിൽ കുറയുവാണ്. ക്യാഷ് എന്ത് ആണ്? അസറ്റാണ്. അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്യാഷിനെ കുറയ്ക്കാൻ, ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു സാധനത്തിനെ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷിനെ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് വരുന്നത്. ഇപ്പം നമ്മൾ ചിന്തിക്കരുത് ഒരെണ്ണം അസറ്റ് ആണെങ്കിൽ അടുത്ത ലയബിലിറ്റി ആയിരിക്കും. അങ്ങനെയൊന്നും അല്ല. ഒരു ട്രാൻസാക്ഷനിൽ ചിലപ്പോൾ 2 അസറ്റ് വരാം, 2 ലയബിലിറ്റി വരാം, ഒരു എക്സ്പെൻസ് വരാം, ഒരു ഇൻകം വരാം, അങ്ങനെ എന്തും ആവാം. പക്ഷെ നമ്മൾ അത് ജസ്റ്റ് ബ്ലൈൻഡ്ലി ഒന്ന് ഡെബിറ്റ് ആയതുകൊണ്ട് മറ്റേത് ക്രെഡിറ്റ് ആയി അങ്ങനെ ചിന്തിക്കാതെ എന്താണ് ഓരോന്നും, അത് ഓരോന്ന് ഇപ്പോൾ അസറ്റ് ആണോ, ഒന്ന് ലയബിലിറ്റി ആണോ, ഒരു റൂള് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ₹10,000. അതായത് ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പൈസ വിഡ്രോ ചെയ്തിരിക്കുന്നു. ആദ്യം 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. അതായത് ക്യാഷ് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു. അപ്പോൾ 2 അക്കൗണ്ട് നമുക്ക് കിട്ടി, ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. ഇനി ഏതിലാണ് പൈസ വന്നത്, ഏതിലാണ് പൈസ പോയത്, അത് നമ്മൾ നോക്കാം. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ? ബീങ് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് പൈസ പോയി, എന്നിട്ട് ക്യാഷ് കിട്ടി. അപ്പം ക്യാഷ് കൂടി, ബാങ്ക് കുറഞ്ഞു അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ ആ എൻട്രിയുടെ തന്നെ റിവേഴ്സ് എൻട്രി ഇവിടെ വരുന്നത്. ഇവിടെ നേരത്തെ നമ്മൾക്ക് എന്തായിരുന്നു? ബാങ്കിൽ കൂടി ക്യാഷ് കുറഞ്ഞു. അങ്ങനെ ഇവിടെ ബാങ്കിൽ കുറഞ്ഞു, ക്യാഷ് കൂടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്താണ്? ഒരു അസറ്റ് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ടും ഒരു അസറ്റ് അക്കൗണ്ടാണ്. ഇതിനകത്ത് നമുക്ക് കൂടിയത് ഏതാണോ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പം ക്യാഷ് അക്കൗണ്ടാണ് ഇവിടെ കൂടിയത്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. കുറഞ്ഞ അക്കൗണ്ട് ബാങ്ക് എന്ത് ചെയ്യുക? ഒരു അസറ്റാണ്, ഡിക്രീസ് ആയി. അസറ്റ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ നറേഷനും എഴുതി, ബീങ് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. നറേഷൻ സിമ്പിൾ, ജസ്റ്റ് ആ ബീങ് എന്ന് പറഞ്ഞ വാക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ കിടക്കുന്ന ആ സാധനം അങ്ങനെ എടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ നറേഷനായി. ഇനി അടുത്തത്
ഇതിവിടെ നമ്മൾ പറഞ്ഞത് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന കേസാണ് അല്ലേ. ഇനി അടുത്തത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ക്യാഷ് വിഡ്രോ ചെയ്തതെങ്കിൽ എങ്ങനെയാണ്? ഓണർ വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ₹5,000. ഓണർ ക്യാഷ് വിഡ്രോ ചെയ്ത് അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിനെ പറയുന്ന പേരെന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് നമുക്ക് കിട്ടി. പിന്നെ വിഡ്രോ ചെയ്തത് എന്താണ്? ക്യാഷ് ആണ്. അപ്പോൾ 2 അക്കൗണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഡ്രോയിങ്സ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഇനി ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നറിയണം, നമ്മൾ എന്ത് ചെയ്യുക? റൂൾ ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് നോക്കണം. ഇവിടെ ബിസിനസിന്റെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി അല്ലേ. ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് എന്താണ്? അസറ്റാണ്. അസറ്റിനെ ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു ക്യാഷ് അക്കൗണ്ട്, അതായത് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. ഡ്രോയിങ്സ് എന്തുകൊണ്ട് ഡെബിറ്റ് ആയെന്ന് നോക്കാം. ഡ്രോയിങ്സ് റൂൾ പ്രകാരം ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ഡ്രോയിങ്സ് കൂടണമെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഡ്രോയിങ്സിനെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ഇത് പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോഴാണ് അതിന് ഡ്രോയിങ്സ് ആവുന്നത്. ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അതിനെ ഡ്രോയിങ്സ് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഡ്രോയിങ്സ് ആകുമ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോവൽ സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്, മറക്കരുത്. അടുത്തത് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹15,000. 15,000 രൂപയ്ക്ക് ഗുഡ്സിനെ പർച്ചേസ് ചെയ്തു ക്യാഷ് കൊടുത്ത്. 2 അക്കൗണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഗുഡ്സ് പർച്ചേസ്ഡ് എന്നാണ് കൊടുത്തേക്കുന്നത്, എന്ത് ഗുഡാണ് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അതിന് എന്ത് ചെയ്യുക? പർച്ചേസസ് എന്ന് എടുക്കുക. ഒരു അക്കൗണ്ട് കിട്ടി പർച്ചേസസ്. എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്? ക്യാഷിൽ. അപ്പോൾ 2ാമത്തെ അക്കൗണ്ട് കിട്ടി ക്യാഷ്. ഇപ്പോൾ ഇവിടെ ക്യാഷിന് പകരം ബാങ്ക് എന്നാ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അടുത്ത അക്കൗണ്ട് ഏതാണ്? ബാങ്ക് എന്ന് എടുക്കണം. ഇവിടെ ഇപ്പോൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അതെങ്ങനെയാണ് വന്നത്? ഇവിടെ നമ്മൾ ഒരു സാധനത്തിന് ക്യാഷ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ആവണമെങ്കിൽ അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി പർച്ചേസസ്, അതിനെ നമ്മൾ യൂഷ്വലി ഒരു എക്സ്പെൻസ് നേച്ചറുള്ള അക്കൗണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം ട്രേഡിംഗ് ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പർച്ചേസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിൻ്റെ എക്സ്പെൻസ് നേച്ചറാണ്. എക്സ്പെൻസിന് ബിസിനസ്സിൽ ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. ഡെബിറ്റ് ബാലൻസ് ഉള്ളൊരു സാധനത്തിന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തു? പർച്ചേസ് കൂടുകയല്ലേ. പർച്ചേസ് ചെയ്തു, അപ്പോൾ പർച്ചേസ് കൂടി. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനത്തിന് നമ്മൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അതായത് ക്യാഷ് കുറഞ്ഞതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ എൻട്രീസും എഴുതുന്നത്. ഇനി അടുത്തത് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം അരുൺ ട്രേഡേഴ്സ് ₹20,000. നിങ്ങളിത് ഓരോന്ന് ചെയ്യുമ്പോഴും ആ റൂൾ ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് പഠിക്കണം എന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യൻ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു പേജിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ പേജ് നോക്കിയിട്ട് ജസ്റ്റ് റഫായിട്ട് എഴുതിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് മേളിൽ വന്നിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഈ നോട്ട്സിനകത്ത് അത് കിട്ടും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമുക്ക് 2 അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം അരുൺ ട്രേഡേഴ്സ്. ഇവിടെ നമ്മൾ അരുൺ ട്രേഡേഴ്സിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങി. ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? ഒന്ന് വാങ്ങൽ നടന്നു, അതായത് പർച്ചേസ് നടന്നു. എന്തോ ഗുഡ്സ് വാങ്ങി, എന്ത് ഗുഡ്സാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു അക്കൗണ്ട് കിട്ടി, പർച്ചേസസ് അക്കൗണ്ട്. എന്ത് ഗുഡാന്ന് അറിയാമെങ്കിൽ നമുക്ക് എഴുതായിരുന്നു. അപ്പം നമുക്ക് എന്ത് ഗുഡാന്ന് അറിയത്തില്ല, അപ്പോൾ ജസ്റ്റ് പർച്ചേസസ് അക്കൗണ്ട്സ് എന്ന് എഴുതി. ഇനി അടുത്ത അക്കൗണ്ട്, സപ്ലയറിൻ്റെ എക്സാക്ട് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അരുൺ ട്രേഡേഴ്സ്. അപ്പം നമുക്ക് ആ സപ്ലയറിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ പേര് തന്നെ ഒരു അക്കൗണ്ടായിട്ട് എടുക്കുക. ടു അരുൺ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ കാണിക്കാം. ഇപ്പം ഇവിടെ പേരൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ക്രെഡിറ്റിൽ വാങ്ങി അങ്ങനെ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ പകരം ജസ്റ്റ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞെടുക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സിലോട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് പേബിളിലോട്ട് എടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോട്ട് നമുക്ക് എടുക്കാം. പക്ഷെ പേര് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേര് അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ക്രെഡിറ്റേഴ്സും ഡെറ്റേഴ്സും ഒക്കെ ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതൊക്കെ ബേസിക് ആണ്. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ബിസിനസ് ആണെങ്കിൽ അതായത് ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആളുകളെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കേസിൽ ഇപ്പോൾ അരുൺ ട്രേഡേഴ്സിന് ഞാൻ പൈസ കൊടുക്കാനുണ്ട് എൻ്റെ ബിസിനസ്. അപ്പോൾ അരുൺ ട്രേഡേഴ്സ് എൻ്റെ എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ്. ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടാനായിരുന്നെങ്കിൽ അവരെന്താ? ഡെറ്റേഴ്സ്. ഇതിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആൾക്കാർ ക്രെഡിറ്റേഴ്സും ബിസിനസ്സിന് പൈസ കിട്ടാനുള്ള ആളുകൾ നമ്മൾ ഡെറ്റേഴ്സ് എന്നും പറയുന്നത്. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ അക്കൗണ്ട്സ് പേബിൾ ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടും നമുക്ക് പറയാം. ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡെറ്റേഴ്സ് എന്നുള്ളതിന് നമുക്ക് അക്കൗണ്ട്സ് പേബിൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ഈ ഒരു എൻട്രി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഈ നോട്ടായിട്ട് കാണിച്ചേക്കുന്ന ഒന്ന് നിങ്ങളെടുത്ത് ഈ ജേർണൽ എൻട്രി എഴുതുമ്പോൾ അതിനകത്ത് എഴുതരുത്, അതൊക്കെ റോങ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഏതാണോ ഡെബിറ്റ് ക്രെഡിറ്റ് അത് മാത്രമേ കൊടുക്കാവുള്ളൂ. ക്വസ്റ്റ്യനും ഈ നോട്ടും ഒന്നും കൊടുക്കരുത്, ജസ്റ്റ് നറേഷൻ വരെ മാത്രം മതി. ഇനി
ഈ ക്രെഡിറ്ററിന് ഞാൻ പൈസ കൊടുക്കുവാണ്, അതായത് ബിസിനസ് പൈസ കൊടുക്കുവാണ്. അപ്പം എങ്ങനെയായിരിക്കും? ഇപ്പം അരുൺ ട്രേഡേഴ്സ് ആണ് എൻ്റെ ക്രെഡിറ്റർ. അരുൺ ട്രേഡറിന് 20,000 രൂപ ഞാൻ കൊടുക്കാനുണ്ടായിരുന്നു, അതിൽ 10,000 രൂപ ഞാൻ കൊടുക്കുവാണ്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ എൻട്രിക്കകത്ത് അരുൺ ട്രേഡേഴ്സിന് ഇപ്പം എന്താ ചെയ്തത്? ഞാൻ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ അടുത്തതിൽ അരുൺ ട്രേഡേഴ്സിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഞാൻ പൈസ ആയിരിക്കും പേ ചെയ്യുക. പൈസ ആയിട്ട് പേ ചെയ്യുവാണെങ്കിൽ ടു ക്യാഷ് അക്കൗണ്ട്, അല്ലെങ്കിൽ അത് ബാങ്കിൽ പേ ചെയ്യുവാണെങ്കിൽ ടു ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ കൊടുക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾ അങ്ങനെ നോക്കാതെ റൂൾ ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ലൈക്ക് ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, പേയ്മെന്റ് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്. ക്യാഷ് എന്താണ്? അസറ്റാണ്. അസറ്റിന് എന്ത് ബാലൻസ് ഉള്ളത്? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു സാധനത്തിനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ക്യാഷിനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അരുൺ ട്രേഡേഴ്സ് എന്താണ്? എൻ്റെ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലയബിലിറ്റി ആണ്, ഞാൻ പേ ചെയ്യാനുള്ളതാണ്. അപ്പം ലയബിലിറ്റി ഉള്ള ഒരു സാധനത്തിനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കാരണം ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസാണ്. അപ്പം ഡെബിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ്, അത് ഡിക്രീസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം. അപ്പം അത്ര എൻട്രീസ് കഴിഞ്ഞു. ഇനി അടുത്തൊരു ബേസിക് എൻട്രിയാണ് ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ₹25,000. അപ്പം നമ്മൾ സാധാരണ ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷനിലൊന്നാണല്ലോ ഈ പർച്ചേസും സെയിൽസും. അതൊക്കെ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിൽസ് ആണ്. നമ്മൾ ഇത്ര രൂപയ്ക്ക് നമ്മൾ ഗുഡ്സിനെ വിറ്റു, സെയിൽസ് നടന്നു. അപ്പം ഇവിടെ സെയിൽസ് നടക്കുമ്പം എന്താ സംഭവിക്കുക? പൈസ ബിസിനസിന്റെ ഉള്ളിലേക്ക് വരും, അല്ലേ? ക്യാഷ് ഉള്ളിലേക്ക് വരും. ഫോർ ക്യാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്യാഷ് ഇനി അത് ബാങ്കിലോട്ടാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ബാങ്കിലോട്ട് വരും. അപ്പം ഇവിടെ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആണ്. അപ്പം ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് ആയി എന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. അടുത്ത രണ്ടാമത്തെ അക്കൗണ്ട് അവിടെ ഏതായിരിക്കും വരുന്നത്? ഗുഡ്സ് സോൾഡ്. എന്താ നടന്നത് ഇവിടെ? സെയിൽസാണ് നടന്നത്. രണ്ടാമത്തെ അക്കൗണ്ട് എന്തായിരിക്കും? സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിനെ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നമ്മുടെ മോഡേൺ റൂൾ പ്രകാരം സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? റവന്യൂ അല്ലെങ്കിൽ ഇൻകം ആണ് ബിസിനസ്സിലേക്ക് വരുന്നത്, അല്ലേ? അതിനെന്ത് ബാലൻസാണ് ഉള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ബിസിനസ്സിൽ സെയിൽസ് കൂടി, അപ്പം സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സെയിം തന്നെ, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സാധനം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ജസ്റ്റ് ചിലരെന്ത് ചെയ്യും? ക്യാഷ് പോയോ വന്നോ എന്നുള്ളത് നോക്കിയിട്ട് ക്യാഷിനെ എന്ത് ചെയ്യും? അസറ്റ് ആണല്ലോ, അപ്പോൾ അതിന് ഇൻക്രീസോ ഡിക്രീസോ നോക്കിയിട്ട് അസറ്റ് സൈഡിൽ അപ്പം അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്നൊക്കെ എഴുതിയിട്ട് അടുത്ത വരുന്ന അക്കൗണ്ടിനെ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റിൽ എഴുതും. ആക്ച്വലി നമ്മൾ അങ്ങനെ ചുമ്മാതെ ബ്ലൈൻഡ്ലി എഴുതാതെ എന്തുകൊണ്ട് അത് നമ്മളെടുത്ത് ക്രെഡിറ്റ് ചെയ്തു, ആ പർട്ടിക്കുലർ അക്കൗണ്ടിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഈ എൻട്രീസ് ഒക്കെ എഴുതുന്ന കുറച്ച് ആളുകൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് എവിടെ എഴുതണം എന്നൊക്കെ ഉള്ളത്. ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു രാഹുൽ ₹18,000. 18,000 രൂപയ്ക്ക് രാഹുലിന് ഗുഡ്സിനെ കടത്തിൽ വിറ്റു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിറ്റു. അപ്പോൾ ഒരു ഇതെന്താണ്? സെയിൽസ് ആണ് നടന്നിരിക്കുന്നത്. സെയിൽസ് എന്ത് ഗുഡാന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സെയിൽസ് എന്ന് മാത്രം കാണിച്ചാൽ മതി. നേരത്തെ പർച്ചേസിൻ്റെ കേസിൽ പറഞ്ഞില്ലേ, അതുപോലെ ഗുഡ്സിൻ്റെ കേസിൽ എന്ത് ഗുഡാന്ന് പറയാത്തിടത്തോളം നമ്മൾ ജസ്റ്റ് സെയിൽസ് എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഓൺ ക്രെഡിറ്റ് ടു രാഹുൽ, ക്രെഡിറ്റിന് വിറ്റു. അപ്പം നമുക്ക് ക്രെഡിറ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ രാഹുൽ എന്നുള്ള പേര് തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് രാഹുൽ അക്കൗണ്ടിലോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 അക്കൗണ്ട് നമുക്ക് കിട്ടി, ഒന്ന് സെയിൽസ് അക്കൗണ്ടും ഒന്ന് രാഹുൽ അക്കൗണ്ടും. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് 2 അക്കൗണ്ടുകൾ അഫക്റ്റ് ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ്. അതിൽ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ നമുക്ക് പേരുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? രാഹുൽ എന്നുള്ള പേര് എടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ പേര് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൺട്രി ഡെറ്റേഴ്സിലോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഇതിൽ ആരെ ഡെബിറ്റ് ചെയ്യണം, ആരെ ക്രെഡിറ്റ് ചെയ്യണം? ഇവിടെ നടന്ന എന്താണ്? സെയിൽസ് നമുക്ക് എന്താണ്? അത് റവന്യൂ അല്ലെങ്കിൽ ഇൻകത്തിനകത്ത് വരുന്നതാണ്. അതിന് ക്രെഡിറ്റ് ബാലൻസാണ് ഉള്ളത്. ഇവിടെ സെയിൽസ് നടന്നു, അപ്പോൾ സെയിൽസ് കൂടി. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സാധനത്തിന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെയിം തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇനി രാഹുൽ അക്കൗണ്ടിനെ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? രാഹുൽ നമ്മുടെ ഡെറ്ററാണ്. അതായത് ഇനി ഫ്യൂച്ചറിൽ അയാൾ നമുക്ക് പൈസ തരാനുണ്ട്, നമുക്ക് അസറ്റാണ് അയാൾ. അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കൂടിയപ്പം ഡെറ്റർ കൂടി, ഡെബിറ്റ് കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെടുത്ത് ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതുകൊണ്ടാണ് നമ്മൾ രാഹുൽ അക്കൗണ്ടിനെ എടുത്ത് ഡെബിറ്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇനി അടുത്തത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെറ്റർ ₹12,000. ഇവിടെ നമ്മൾ ഡെറ്റർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 2 അക്കൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എമൗണ്ട് കിട്ടി, ക്യാഷ് കിട്ടി ഫ്രം ഡെറ്റർ. അപ്പോൾ 2 അക്കൗണ്ട് കിട്ടി, ക്യാഷും ഒന്ന് ഡെറ്ററും. അപ്പോൾ ഇവിടെ ആരാണ് കൂടിയത്? ക്യാഷ് എന്താ? ഒരു അസറ്റാണ്. അസറ്റ് കൂടി, ക്യാഷ് അക്കൗണ്ട് കൂടി, പൈസ കിട്ടിയല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. സൺട്രി ഡെറ്റർ നമ്മുടെ എന്താണ്? അസറ്റാണ്. അത് കുറഞ്ഞു, കാരണം നമ്മൾ അവരുടെ നിന്ന് പൈസ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ആ
പർട്ടിക്കുലർ ഡെറ്റർ കുറയല്ലേ ശരിക്കും ചെയ്യുന്നത്. ലോജിക്കലി ചിന്തിച്ച് നോക്കൂ, നമുക്കൊരാൾ പൈസ തരാനുണ്ട്, ആ പൈസ അയാൾ തന്നു അയാൾ കുറച്ച് ഭാഗം തന്നു, അങ്ങനെയാണെങ്കിൽ അത്രയും ഡെറ്റർ നമുക്ക് കുറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഡെറ്റർ കുറയുമ്പോൾ, അതായത് അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. കാരണം അസറ്റ് ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് സൺട്രി ഡെറ്റർ അക്കൗണ്ടിനെ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയർ അരുൺ ട്രേഡേഴ്സ് ₹2000. അതായത് നമ്മൾ നേരത്തെ ഒരു അരുൺ ട്രേഡേഴ്സിന്റെ കഥ പറഞ്ഞായിരുന്നു അല്ലേ? അരുൺ ട്രേഡേഴ്സിന്റെ കയ്യിൽ നമ്മൾ ഗുഡ്സ് മേടിച്ചു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ അരുൺ ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങിയ ഗുഡ്സിൽ നിന്നും 2000 രൂപ വരുന്ന ഗുഡ്സിനെ തിരിച്ചയക്കുവാണ്. അയാൾക്ക് തന്നെ തിരിച്ചയച്ചു. അതെന്താണ്? പർച്ചേസ് ചെയ്ത സാധനത്തിനെ തിരിച്ചയക്കുമ്പം പർച്ചേസ് റിട്ടേൺ ആണ്, പർച്ചേസ് റിട്ടേൺസ്. ഓക്കെ, അപ്പം അരുൺ ട്രേഡേഴ്സ് നമുക്ക് ഒരെണ്ണം കിട്ടി. പിന്നെ നമ്മൾ ഗുഡ്സിനെ വാങ്ങുകയോ അല്ല സെയിലും അല്ല, റിട്ടേൺ ആണ്. അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? റിട്ടേൺസ്. എന്ത് റിട്ടേൺസ്? പർച്ചേസ് റിട്ടേൺ. 2 അക്കൗണ്ട് കിട്ടി, അരുൺ ട്രേഡേഴ്സും ഒന്ന് പർച്ചേസ് റിട്ടേൺസും. അരുൺ ട്രേഡേഴ്സ് നമ്മുടെ എന്താണ്? ക്രെഡിറ്റർ ആയിരുന്നു അല്ലേ? ഇപ്പം ക്രെഡിറ്റർ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. അപ്പം ലയബിലിറ്റിക്ക് നോർമലായിട്ട് ക്രെഡിറ്റ് ബാലൻസ് ആ ഉള്ളത്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ലയബിലിറ്റിനെ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്പോസിറ്റ് ഡെബിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ക്രെഡിറ്റ് കുറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ അരുൺ ട്രേഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ആ അക്കൗണ്ടിനെ നമ്മളെടുത്ത് ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്തത് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് എന്താ? നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് നേച്ചർ ഉള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് കുറയുവാണല്ലോ. എക്സ്പെൻസ് കുറയുമ്പം, എക്സ്പെൻസ് എന്ന് പറയുന്നതിന് നോർമലി എന്ത് ബാലൻസാണ് ഉള്ളത്? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിനെ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ എൻട്രി വരുന്നത് എങ്ങനെയായിരിക്കും? അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്. അതിൻ്റെ നറേഷൻ ബീങ് ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയർ. ആരാണോ അയാളുടെ പേര് എഴുതിയാൽ മതി. ഇവിടെ അരുൺ ട്രേഡേഴ്സ് അതിന് എമൗണ്ട് വരുന്നത് 2000. അതും നമ്മൾ എഴുതി, ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി. ഇനി അടുത്തത് സെയിൽസ് റിട്ടേൺ നോക്കാം. ഇവിടെ നമ്മളിപ്പം പറഞ്ഞതിനകത്ത് നമ്മൾ, അതായത് ആ ബിസിനസ് തിരിച്ച് ഗുഡ്സ് കൊടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പർച്ചേസ് റിട്ടേൺ. ഇനിയിപ്പം നമ്മുടെ കസ്റ്റമർ നമുക്ക് തിരിച്ചൊരു ഗുഡ് തരികയാണ്. നമ്മൾ വിറ്റ ഒരു സാധനം, നമ്മൾ സെയിൽ നടത്തിയ ഒരു സാധനം കസ്റ്റമർ നമുക്ക് തിരിച്ച് റിട്ടേൺ തരുമ്പോൾ അത് നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയും. അപ്പോൾ ഇവിടെ അടുത്ത് വരുന്നത് അങ്ങനെയാണ്. കസ്റ്റമർ റിട്ടേൺ ഗുഡ്സ് വർത്ത് ₹1500. ഇപ്പം കസ്റ്റമർ നമുക്ക് നേരത്തെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, രാഹുൽ ഇപ്പോൾ ഗുഡ്സ് റിട്ടേൺ തന്നതായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇപ്പം ബിസിനസ്സിലേക്ക് തിരിച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്ന് വെച്ചോ. രാഹുലിന്റെ പേരുണ്ടെങ്കിൽ നമുക്ക് ആ രാഹുലിന്റെ പേരിൽ കൊടുക്കാം. പേര് അറിയത്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് സൺട്രി ഡെറ്റേഴ്സിന് എടുത്താൽ മതി. അപ്പൊ കസ്റ്റമർ റിട്ടേൺ ഗുഡ്സ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് സെയിൽസിന് ചെയ്ത സാധനത്തിനെ തിരിച്ചു തന്നു, അപ്പോൾ ഒരു അക്കൗണ്ട് ഏതാ? സെയിൽസ് റിട്ടേൺ. പിന്നെ കസ്റ്റമറിന്റെ പേര് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമ്മളിതിനെ സൺട്രി ഡെറ്റേഴ്സിന് എടുക്കും. അപ്പോൾ എങ്ങനെ എൻട്രി ചെയ്താൽ 2 അക്കൗണ്ട് നമുക്ക് കിട്ടി, സെയിൽസ് റിട്ടേൺസും ഒന്ന് സൺട്രി ഡെറ്റേഴ്സും. അപ്പോൾ എങ്ങനെ എൻട്രി ചെയ്തുമ്പം ആര് ഡെബിറ്റ് ആര് ക്രെഡിറ്റ് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമ്മുടെ ഒരു റവന്യൂ അല്ലെങ്കിൽ ഇൻകം ആണ് അല്ലേ? ഒരു ഇൻകം നമുക്ക് കുറയുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ നമുക്ക് പൈസ ഒരു സാധനം തിരിച്ചു കൊണ്ടിരുമ്പോൾ നമ്മുടെ ആ റവന്യൂ നമുക്ക് കുറയുക ചെയ്യുന്നത്. ഇൻകത്തിന് എന്ത് ബാലൻസാണ് ഉള്ളത്? ക്രെഡിറ്റ് ബാലൻസാണ് ഉള്ളത്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഇൻകത്തിനെ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് സെയിൽസ് റിട്ടേൺസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഒബ്വിയസ്ലി മറ്റേ ആൾ എവിടെയായിരിക്കും നമുക്കറിയാം, ക്രെഡിറ്റ് സൈഡിലായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ക്രെഡിറ്റിൽ വന്നു? ഒരു ഡെറ്റർ എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ഉള്ളത്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അത് കുറയുവാണ്. അതായത് കസ്റ്റമർ തിരിച്ച് നമുക്ക് ഗുഡ്സ് തരുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ കുറഞ്ഞു. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള അസറ്റ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഡെറ്റേഴ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്.